നമ്മൾ ഇന്ന് ജസ്റ്റ് നീറ്റ് പി ജിന്റെ പ്രോസ്പെക്ടസ് ഇത് വന്നു. അപ്പം രജിസ്ട്രേഷനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ആ പോയിന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ സെൽഫ് എക്സ്പ്ലനേറ്ററി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ഡൗട്ട്സ് വരുന്ന പോയിന്റ്സ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കൗൺസിലിംഗിന്റെ ആപ്ലിക്കേഷൻസ് 16 ഏപ്രിൽ തൊട്ട് 6 മെയ് വരെയാണ് സമയമുള്ളത്. എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആണ്. അപ്പം ഇത്രയും വേഗം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും 10th മെയ് മുതൽ 16th മെയ് വരെ. ഈ എഡിറ്റ് ഓപ്ഷൻ സമയത്ത് നമുക്ക് ഓൾ ഇൻഫർമേഷൻ അതർ ദാൻ നെയിം, നാഷണാലിറ്റി, ഇമെയിൽ, മൊബൈൽ നമ്പർ, ടെസ്റ്റ് സിറ്റി ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമ്മുടെ ഹോം അഡ്രസ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എഡിറ്റ് വിൻഡോ കൂടെ ഉണ്ട്. അത് 28th മെയ് ടു 3rd ജൂൺ വരെ, പിന്നെ 7th ജൂൺ ടു 10th ജൂൺ വരെ. ഈ സമയത്ത് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു, എസ്പെഷ്യലി ഇൻ ദ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് തമ്പ് ഇംപ്രഷൻ, ഇതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നെക്സ്റ്റ് എഡിറ്റ് വിൻഡോ കൂടി സമയമുണ്ട്. 28th മെയ് ടു 3rd ജൂൺ ആൻഡ് 7th ജൂൺ 10th ജൂൺ. പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നത് 18th ജൂണിനും എക്സാം ഡേറ്റും 23rd ജൂൺ. റിസൾട്ട് ഒരു മാസം കഴിഞ്ഞായിരിക്കും വരുന്നത്. പിന്നെ ഇപ്പം ഹൗസ് ഏജൻസി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പി ജി എഴുതാൻ പറ്റും. അവരുടെ കട്ട് ഓഫ് ഡേറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ 15th ഓഗസ്റ്റ് ആണ്. 15th ഓഗസ്റ്റിന് മുമ്പ് അവർ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഹൗ ടു ഫിൽ? ആദ്യം നിങ്ങളൊരു ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ നിങ്ങളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ആ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ അഗെയിൻ യു ഹാവ് ടു ലോഗിൻ. അപ്പൊ ലോഗിൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. നെയിം, നാഷണാലിറ്റി, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ആൻഡ് ടെസ്റ്റ് സിറ്റി. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കാനോട്ട് ബി എഡിറ്റഡ് ലേറ്റർ ഓൺ, ബട്ട് അതുകൊണ്ട് വെരി കെയർഫുൾ ആയിരിക്കും ഇത് എൻ്റർ ചെയ്യും. പിന്നെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സാമിനേഷൻ, ക്വാളിഫയിങ് എക്സാമിനേഷൻ, TCMC രജിസ്ട്രേഷൻ, ആ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ആൻഡ് ഡോക്യുമെന്റ്സ് ഇതാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇനി ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയാം. ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് 2 ഫോട്ടോഗ്രാഫാണ് ഇതിൽ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഒന്ന് റിയൽ ടൈം ഫോട്ടോഗ്രാഫ്, പിന്നെ ഒരു റീസെന്റ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നത്. റിയൽ ടൈം ഫോട്ടോഗ്രാഫ് എന്ന് വെച്ചാൽ വെബ് ക്യാം വെച്ചിട്ട് ആ സമയത്ത് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട ഒരു ഫോട്ടോഗ്രാഫാണ്. അപ്പം ഓൾവേസ് മേക്ക് ഷുവർ യു ആർ യൂസിംഗ് എ കമ്പ്യൂട്ടർ വിത്ത് ഇൻബിൽറ്റ് വെബ് ക്യാം. വെബ് ക്യാം ഉള്ള കമ്പ്യൂട്ടർ വെച്ചാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യണം. അത് ഫിൽ ചെയ്യുന്ന സമയത്ത് ആ വെബ് ക്യാം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വേറെ ആരും ആ ഫീൽഡിൽ വരാൻ പാടില്ല. കണ്ണാടി ഉള്ള ആളാണെങ്കിൽ കണ്ണാടി ഉപയോഗിച്ച് തന്നെ ഫോട്ടോഗ്രാഫ് എടുക്കാം. ഇത് റിയൽ ടൈം ഫോട്ടോഗ്രാഫ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് കഴിഞ്ഞ 3 മാസത്തിന്റെ ഉള്ളിൽ എടുത്തിരിക്കേണ്ട ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിലും സ്പെക്സ് ഉപയോഗിക്കണം. സ്പെക്സ് ഉള്ള ആളാണ്. പിന്നെ അവർ കമ്പയർ ചെയ്ത് നോക്കും. റിയൽ ടൈം ഫോട്ടോഗ്രാഫും 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫും തമ്മിൽ സിമിലാരിറ്റി കമ്പയർ ചെയ്യും. സിമിലാരിറ്റി ഇല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യാൻ സാധ്യത. പിന്നെ ഫോട്ടോഗ്രാഫിന്റെ സ്പെസിഫിക്കേഷൻ സീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 45mm ഹൈറ്റും 35mm വിഡ്ത്തും. അതിനുശേഷം നമ്മൾ ഇതിന്റെ അപ്ലോഡ് ചെയ്യേണ്ട സൈസ് ഷുഡ് ബി ലെസ് ദാൻ 80 കിലോബൈറ്റ് ആൻഡ് JPEG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു ബോക്സ് വരയ്ക്കണം. 1.5 cm ഹൈറ്റും 3.5 cm വിഡ്ത്തും ഉള്ള ബോക്സ്. ആ ബോക്സിനുള്ളിൽ ഫിൽ ചെയ്യുന്ന തന്നെ രീതിയിൽ നിങ്ങളുടെ ഫുൾ സിഗ്നേച്ചർ ഇടണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാടില്ല, ഇനീഷ്യൽസ് പാടില്ല. പിന്നെ ജസ്റ്റ് ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി ആണെങ്കിൽ MSD ഇടാൻ പാടില്ല. നിങ്ങളുടെ ഫുൾ സിഗ്നേച്ചർ തന്നെ ഇടണം. പിന്നെ യു ക്യാൻ യൂസ് ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്ലൂ ഇങ്ക് പെൻ ടു സൈൻ. പിന്നെ ആ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോഗ്രാഫ് എടുക്കാം ക്യാമറ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാനർ വഴി അപ്ലോഡ് ചെയ്യാം. അതിന്റെ സൈസ് ലെസ് ദാൻ 80 കിലോബൈറ്റ് ആയിരിക്കണം. JPEG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. തമ്പ് ഇംപ്രഷനും ഏകദേശം സിമിലർ തന്നെയാണ്. ഒരു ബോക്സ് വരയ്ക്കുക വെള്ള പേപ്പറിൽ 1.5 cm ഹൈറ്റും 3.5 cm വിഡ്ത്തും ഉള്ളത്. പിന്നെ ബ്ലൂ ഓർ ബ്ലാക്ക് കളർ ഇങ്ക് പാഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതിൽ വരണം. പ്രോപ്പറായിട്ട് ആ ബോക്സിനുള്ളിൽ തന്നെ നിൽക്കണം. എല്ലാ നിങ്ങളുടെ ഫിംഗർ മാർക്കിങ്സും അതിൽ കറക്റ്റ് ആയിട്ട് വരണം. ഓവർലാപ്പ് വരാൻ പാടില്ല. ഇത് വീണ്ടും ഒന്നെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് പിക്ചർ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്കാനർ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യും. ഇതും സൈസ് ഷുഡ് ബി ലെസ് ദാൻ 80 കിലോബൈറ്റ് JPEG ഫോർമാറ്റിലായിരിക്കും. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട്. കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ TCMC ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഹൗസ് ഏജൻസി ചെയ്യുന്നവരാണെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇസ് ഇനഫ്.
അതേസമയം വേറെ മെഡിക്കൽ കൗൺസിൽ തമിഴ്നാട്, കർണാടക അങ്ങനെ പഠിച്ചവരാണെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിക്കാം. ഇനി റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ്സ് ആക്ച്വലി റിമെമ്പർ ദാറ്റ് റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൗൺസിലിംഗിന്റെ സമയത്താണ് ആവശ്യം. എന്നാൽ പോലും കൗൺസിലിംഗിന്റെ സമയത്തേക്ക് വേണ്ടി യു ക്യാൻ കീപ് ഇറ്റ് സ്റ്റാർട്ട് കീപ്പിംഗ് ഇറ്റ് റെഡി ബൈ ദിസ് ടൈം. അപ്പം ഒന്നെന്ന് വെച്ചാൽ ഒ ബി സിയിലുള്ളത് ഇപ്പൊ സെൻട്രൽ കൗൺസിലിംഗിനാണെങ്കിൽ സെൻട്രൽ ലിസ്റ്റ് ഓഫ് ഒ ബി സിന്റെ ലിസ്റ്റ് നോക്കണം. അതിൽ നോൺ ക്രീമി ലെയർ ഉള്ളവർക്കാണ് ആപ്ലിക്കബിൾ. SC/STക്കും സെയിം തിങ്. പിന്നെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിനാണ് നിങ്ങൾ ഒ ബി സി SC/ST അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തഹസീൽദാറിന്റെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അതേസമയം സ്റ്റേറ്റ് കൗൺസിലാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷന് സെയിം തിങ് അപ്ലൈസ്. എക്കണോമിക്കലി വീക്ക് സെക്ഷൻ ഡെഫിനിഷൻ അവർ പറയുന്നത് വെച്ചാൽ ഫാമിലി ഇൻകം, ആ ഫാമിലിയുടെ മൊത്തം ഇൻകം ഇൻക്ലൂഡിംഗ് പീപ്പിൾ ലിവിംഗ് ഇൻ ദ ഫാമിലി ലെസ് ദാൻ 8 years, 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരുടെ ഉൾപ്പെടെയുള്ള സാലറി അല്ലെങ്കിൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 8 lakhs in a year. 18 വയസ്സിൽ മുകളിലുള്ള ആൾക്കാർ അവർ വേറൊരു ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഇതിന് പേജ് 112 ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഡിസബിലിറ്റീസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഇന്ത്യയിൽ മൊത്തമായിട്ട് 16 ഡെസിഗ്നേറ്റഡ് സെന്റേഴ്സ് ഉണ്ട്. ഈ ഹോസ്പിറ്റൽസ് മാത്രമേ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കേരളത്തിൽ ഒറ്റൊരു സെന്റർ മാത്രമേ ഉള്ളൂ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് കണ്ണിന്റെ ഡിസബിലിറ്റി ആണെങ്കിൽ റീജിയണൽ ഒഫ്താൽമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി പോകണം. അവിടെ നിന്നാണ് കണ്ണിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നത്. എക്സാം ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ജനറൽ OBC ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 3,500 ആണ്. SC/ST ആൻഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് 2,500. ക്വാളിഫയിങ് ക്രൈറ്റീരിയ ജനറലും എക്കണോമിക്കലി വീക്കർ സെക്ഷന് 50th പെർസെന്റൈലാണ്. പെർസെന്റേജ് അല്ല, പെർസെന്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പുറകിൽ 50% ഓഫ് ദി ആൾക്കാർ എക്സാം എഴുതിയ 50% ആൾക്കാർ നിങ്ങളുടെ പുറകിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ വരണം. 50% ആൾക്കാർ മുന്നിൽ വരണം. SC/ST OBC ഇൻക്ലൂഡിംഗ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഓഫ് സെയിം കാറ്റഗറി അവർക്ക് 40% ഉണ്ട്. അൺറിസർവ്ഡ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ 45% ആണ്. ഇനി ഹെൽപ്പ് ലൈൻ കോൺടാക്ട്സ് അവർ പറയുന്നുണ്ട്. ഈ നമ്പറിലാണ്, ഈ നമ്പർ പേജ് നമ്പർ 4 79961653333. ഇത് രജിസ്ട്രേഷൻ റിലേറ്റഡ് ക്വറീസിനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വേറൊരു നമ്പർ അവർ പേജ് നമ്പർ 12 പറയുന്നുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഫോർ കൗൺസിലിംഗ് റിലേറ്റഡ് ക്വറീസ്. അത് വേറെയാണ്. ഇതാണ് നീറ്റ് PGന്റെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ക്വറീസിന് ഈ നമ്പറാണ്. നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ വിളിക്കാം, ബിറ്റ്വീൻ 9:30 AM to 6 PM എക്സെപ്റ്റ് സാറ്റർഡേ ആൻഡ് സൺഡേ. എക്സാമിന്റെ ദിവസം വേണം വിളിക്കാം, അന്ന് 7 മണി രാവിലെ വിളിക്കാൻ പറ്റും. പിന്നെ ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ ID mccpostgraduate@gmail.com. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. PCMC registration that I have submitted is not having clarity. Can I change that? Yes, ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എഡിറ്റബിൾ ഡീറ്റെയിൽസ് ആണല്ലോ, അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആ നേരത്തെ പറഞ്ഞ ആദ്യ കാര്യം, നെയിം, നാഷണാലിറ്റി, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ആൻഡ് എക്സാം ഷെഡ്യൂൾ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ തെറ്റ് പറ്റിയെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിൽ രജിസ്ട്രേഷൻ ഉണ്ടാക്കുക. ആ പഴയ രജിസ്ട്രേഷനിൽ പുതിയൊന്ന് വീണ്ടും രജിസ്റ്റർ ചെയ്യുക. ഈ 5 സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിൽ ഡൗട്ട്സ് വരേണ്ട കാര്യമില്ല. മോസ്റ്റ് ഓഫ് തിങ് ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി. വിൽ ദർ ബി മോർ സെന്റേഴ്സ് ഇൻ കേരള ഇൻ ദി കമ്മിങ് വീക്സ്? അതിനെക്കുറിച്ച് എനിക്ക് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അവർ ലിസ്റ്റ് ഓഫ് സെന്റേഴ്സ് എനിക്കൊന്നൊരു 150 അറൌണ്ട് സെന്റേഴ്സ് അവർ ഇട്ടിട്ടുണ്ട്. മോസ്റ്റ്ലി അവർ ആഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. അവര് ഇപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണെങ്കിൽ ദേ വിൽ പ്രിഫർ ബിഗർ ഒരു കോളേജ് വെച്ച് നടത്തുന്നെങ്കിൽ വലിയ വലിയ കോളേജ് പ്രിഫർ ചെയ്യാൻ നോക്കും. PWD മാർക്ക് യെസ് ബൈ മിസ്റ്റേക്ക് ആക്ച്വലി ഐ എം നോട്ട് എബിൾ. അതും എഡിറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് ആക്ച്വലി, ഐ എം നോട്ട് റോങ്. എന്തെങ്കിലും ഇങ്ങനത്തെ അവർ പറയുന്ന എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യത്തെ 5 കാറ്റഗറി മാത്രമേ ഉള്ളൂ, ബാക്കി എഡിറ്റ് ചെയ്യാൻ പറ്റേണ്ടത്. അപ്പം വേഗം തന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഉടനെ തന്നെ നാളെ തന്നെ രാവിലെ തന്നെ അവിടുത്തെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫൈനൽ MBBS ഇൻക്ലൂഡ്സ് ബോത്ത് തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ. യെസ്, അത് നിങ്ങളുടെ MBBS ടോട്ടൽ മാർക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 4 കൂടിയുള്ള കൂടുതലാണ് മൊത്തമുള്ള മാർക്സ്. ഫീ പേയ്മെന്റ് ഫീ പേയ്മെന്റ് അപ്പം PWD ആണ് ചെയ്തത്. അപ്പം ഐ തിങ്ക് ഈ ഫമീദ ഷുഡ് കോണ്ടാക്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം, എന്നിട്ട് ഈ കാര്യം പറയണം മോസ്റ്റ്ലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1000 rupees എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുമായിരിക്കും. Any easy way to upload the photograph? 80 KB is too less. Tried couple of times by reducing the quality of photograph.
എനിക്ക് തോന്നുന്നു നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ കമ്പ്യൂട്ടറിൽ തന്നെ ആക്ച്വലി പിക്ചേഴ്സിൽ ഓപ്ഷൻ ഉണ്ട്, ആക്ച്വലി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസിൽ ഈ ഇതിന്റെ സൈസ് കുറയ്ക്കുക ആക്ച്വലി. അപ്പൊ ഇൻ കേസ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് യുവർ സെൽഫ്, എപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് വേണമെന്ന് കഫേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇത് എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ലിസ്റ്റ് ഓഫ് സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് അവരുടെ പ്രോസ്പെക്ടസ് തന്നെ ഉണ്ട്. ഒരു 130ഓളം സെന്റേഴ്സ് ഉണ്ട്. കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല, കോൾ കളക്ട് ആവുന്നില്ല. അപ്പം ഇപ്പം എളുപ്പം എന്ന് വെച്ചാൽ മെയിൽ തന്നെ അയക്കാം. മെയിൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഫർദാൻ പറഞ്ഞിട്ടുണ്ട് പെയിന്റ് ആപ്ലിക്കേഷൻ നമുക്ക് റീസേർച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.